നമ്മളിപ്പോൾ നമ്മൾ ആര് പറഞ്ഞ നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മളെല്ലാം ഗ്രേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു നോ മാൻ ഈസ് ഗുഡ്, നോ മാൻ ഈസ് ബാഡ്. ആരും നല്ലവനുമല്ല, ആരും മോശക്കാരുമല്ല. അപ്പം നമ്മുടെ ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നത് എന്താണ്? നമ്മൾ ലോകം കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആരെന്നറിയാം? ശ്രീകൃഷ്ണനായിരിക്കും. ശ്രീകൃഷ്ണൻ. നമ്മൾ വേറൊന്നും നോക്കണ്ട. പിന്നെ ഇതിന് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് മോസ്റ്റ് ബാർബേറിയൻ. പണ്ട് പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. വിഷമാണ് അതിന് കുത്തിവെക്കുന്നത്. പക്ഷേ ഈ ഈ ട്രീറ്റ്മെൻറ്റ് യൂറോപ്പിൽ അമേരിക്ക ചെയ്യാറില്ല. ഇപ്പോൾ ഈ രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളാണ് ഇപ്പം നമ്മുടെ മലയാളികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഫാസ്റ്റ് ഫുഡ് ഉൾപ്പെടെയുള്ള ചില ജീവിത ക്രമങ്ങൾ അതിന് ഘടകമല്ലേ? എന്താണ് അതിൻ്റെ സാറിൻ്റെ ഒരു അഭിപ്രായം? അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ അതോറിറ്റീസാണ് ഈ പൊതുജനങ്ങളെ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് ഡോക്ടേഴ്സിന് തന്നെ എന്ത് കുടിക്കണമെന്ന് കഴിക്കണമെന്ന് അറിയത്തില്ല. അതിൻ്റെ ഉദാഹരണം നമ്മൾ ഇത്രയും വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഡോക്ടർമാരെല്ലാം നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ ഇരിപ്പുണ്ട്, അടുത്ത് പോയി പഠിക്കണം. കാരണം ഇവരിതെല്ലാം പഠിക്കുന്ന ആളാണ്. ഈ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രീഷനെ പറ്റിയും ഇത് ആഹാരത്തിനെ പറ്റിയെല്ലാം പഠിക്കും. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത് ഡോക്ടർമാരിൽ പഠിക്കത്തില്ല. സ്റ്റുഡൻസിനെ പഠിപ്പിക്കും, പക്ഷേ പ്രാക്ടീസ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഡിസീസിൻ്റെ ഒന്നാമത്തെ കാരണം ഈ ആഹാര രീതിയാണ്. അപ്പം അതായത് നമുക്ക് പ്രകൃതി തന്നെ മനുഷ്യൻ എന്ത് കഴിക്കാം, മൃഗങ്ങൾക്ക് എന്ത് കഴിക്കാം എന്നെല്ലാം പ്രകൃതിയുടെ നിയമമുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ ബ്ലോക്കിൻ്റെ പ്രധാന കാരണം ഈ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞു, ഇനി നമ്മൾ പറഞ്ഞത് ബൈപ്പാസ് സർജറിയാണ്. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണത്. കാരണം ബൈപ്പാസിൻ്റെ പ്രധാന കാരണങ്ങൾ വരുന്നത് ഒന്ന് ഇംപ്രോപ്പർ ഡയറ്റ്, അൺവാണ്ടഡ് ഡയറ്റ്. അതായത് കൂടുതലായിട്ട് അമിതമായിട്ട് ഈ ടുബാക്കോ ഉപയോഗിക്കുക, മദ്യപിക്കുക, മദ്യപാനം കൊണ്ട് എത്ര വരുന്നില്ലെങ്കിൽ തന്നെ അതൊരു കാരണങ്ങളൊന്നാണ്. ഏറ്റവും കൂടുതലാണ് ഈ ഈറ്റിംഗ് ഹാബിറ്റ്. അതായത് അഡിക്ഷനാണ്, ശരിയാക്ക അഡിക്ഷനാണ്. എനിക്ക് തന്നെ എവിടെ വരുന്ന ആൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇറച്ചി കഴിക്കുന്നവരുണ്ട്. അവർക്ക് രോഗം കഴിഞ്ഞിട്ട് ഒരു സമയമില്ല. അപ്പോൾ ഇതാണ് അവരുടെ ബൈപ്പാസ് സർജറിയെ കൊണ്ടെത്തിക്കുന്നത്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ 90% നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇതിനെ ഒരു സിറ്റിംഗ് കൊണ്ട്, 2 സിറ്റിംഗ്, 10 സിറ്റിംഗ് കൊണ്ട് ഏകദേശം ഒരു 90% വരെയും ബ്ലോക്ക് മാറ്റും. എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറിയെ പറ്റി ഒരു കോംപ്ലിക്കേഷനോടെ പറഞ്ഞു തരാം. ഈ ബൈപ്പാസ് സർജറി ചെയ്യുന്നത് നമ്മുടെ ഈ സ്റ്റേർണം, അതായത് ഇവിടെ ഒരു എല്ലുണ്ട്, ആ എല്ല് കീറിയിട്ടാണ് അകത്തോട്ട് പോകുന്നത്. എന്നിട്ടാണ് ഹൃദയത്തിലേക്ക് പോയിട്ട് അതിൻ്റെ രക്തക്കോയലുകൾ മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. ഡോക്ടർമാർക്ക് വലിയ ജോലിയുള്ളതാണ്. അപ്പോൾ ഇത് ചില സമയങ്ങളിൽ ഇത് എല്ല് കൂടാനായിട്ട് സപ്പോർട്ടിങ്ങിന് അവിടെ പിന്നെ ഒന്നുമില്ല. അപ്പോൾ നടുക്കൊരു മെറ്റൽ റോഡ് ഇടും, എന്നിട്ട് പിന്നെ ബന്ധിപ്പിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കവചം തന്നെയാണ്, പിന്നെ വസ്ത്രം തന്നെയാണ് തൊലി ഇങ്ങനെ ഇടുന്നതുകൊണ്ടാണ് കൈയും കാലും ഒക്കെ പൊക്കമാണ്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഇത് വലിച്ചു കെട്ടുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ആഫ്റ്റർ സർജറി അവർ കൈ കനക്കാൻ ഒക്കത്തില്ല. പിന്നെ കിടത്തി ഒരു 3 മാസം റെസ്റ്റ് എടുക്കണം. പിന്നെ അവർക്ക് ജീവിതാവസാനം വരെയും ഇതിൻ്റെ ഫോളോ അപ്പ് വേണ്ടി വരും. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഒരു 90% ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറും. ഇപ്പോൾ അതിന് പിന്നെ ഇപ്പോൾ ഉദാഹരണം ബൈപ്പാസ് സർജറിക്കാണെങ്കിൽ ഒരു 3 to 5 lakhs rupees മിനിമം ആവും. അതിൻ്റെ നേരെ പകുതി പോലും ആവത്തില്ല ലേസർ ട്രീറ്റ്മെൻറ്റ്. സേഫാണ്. ആ ഫസ്റ്റ് ഡേയിൽ തന്നെ അവർക്ക് ജോലിക്ക് പോകാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഉണ്ടാകുന്ന ആദ്യം ഈ നമ്മുടെ ഡയറ്റിൻ്റെ മീറ്റ് ഈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പടിക്കും. ആദ്യം കൊഴുപ്പ് എണ്ണ പോലെ അടിക്കും. അന്നേരം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഫൈബർ ഫോമായിട്ട് വരും. ഫൈബർ എന്ന് പറഞ്ഞാൽ നാര് പോലെയാവും. പിന്നെ അത് കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടി പോലെ ആവും. നമ്മുടെ പൈപ്പിലൊക്കെ വരത്തില്ല അതുപോലെ. അങ്ങനെ അത് വരുമ്പോഴത്തേക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ആർട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അത്രയ്ക്ക് കെയർഫുൾ ആയിരിക്കണം സർജറി. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ലേസർ ബീംസ് അകത്ത് കൊടുത്തിട്ട് അലിയിച്ച് കളയാം. പിന്നെ ക്ലോട്ടിങ് മാത്രമല്ല, ബ്രെയിൻ ട്യൂമർ, പിന്നെ പാൻക്രിയാറ്റിക് ട്യൂമർ, പിന്നെ ലിവർ ട്യൂമർ, കാരണം ഇതൊക്കെ സർജറി കോൺട്രാ ഇൻഡിക്കേഷനാണ്. പിന്നെ എമർജൻസി സർജറി നമുക്ക് വേണ്ടായിരിക്കാൻ ഒക്കത്തില്ല. പിന്നെ ഇതിന് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് മോസ്റ്റ് ബാർബേറിയൻ.
പണ്ട് പഴക്കമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, വിഷമാണ് അതിൽ കുത്തിവെക്കുന്നത്. പക്ഷേ ഈ പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് യൂറോപ്പിലും അമേരിക്കയും അവർ ചെയ്യാറില്ല. അതിന് പകരം ചെയ്യുന്നത് കിലേഷൻ തെറാപ്പി എന്ന് പറയും. ടു ക്ലീനിങ് ദ ബ്ലഡ് വെസൽസ് ഓർ ദ ഹാർട്ട് ഓർ എനി പാർട്ട്. അതാണ് ആ മെത്തേഡ് ചെയ്യുന്നത്. മറ്റേത് പിന്നെ ഡേഞ്ചറസ് ആണ്. അപ്പം ഈ ആളുകൾക്ക് വളരെ സേഫായിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വരത്തില്ലെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. പിന്നെ അവർ ഈ ആഹാരമൊക്കെ നിയന്ത്രിക്കണം, അത് മറ്റൊരു കാര്യം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനാണ്. നമ്മുടെ ന്യൂട്രീഷൻ തന്നെ ഇപ്പം ആഹാരത്തിൻ്റെ തന്നെയാണ് പറയുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് പിന്നെ പ്രാണവായു. ഈ പ്രാണവായു കിട്ടാൻ ഇല്ല. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ മോഡേൺ പീപ്പിൾ അവർ ജീവിക്കുന്നത് മോഡേൺ സ്റ്റൈലിലാണ്. അവ എയർ കണ്ടീഷൻ ആവശ്യമില്ലാത്ത എല്ലാം വെച്ചിട്ട് അടച്ചുകൂട്ടി പത്തായത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ പാടില്ല. നമുക്ക് എപ്പോഴും സൂര്യപ്രകാശം കൊള്ളണം. ഈ പിന്നെ അന്തരീക്ഷത്തിലുള്ള വായു വേണം നമ്മൾ ശ്വസിക്കാൻ. അത് പിന്നെ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാതെ വായു ശ്വസിക്കാം ഫസ്റ്റ്. അത് പ്രാണവായു ഇല്ലാതെ നമുക്ക് മിനിറ്റുകളോ അല്ലെങ്കിൽ കുറച്ച് സമയമല്ല ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും പ്രധാനം പ്രാണവായു. രണ്ടാമത് ശുദ്ധജലം. ഈ ശുദ്ധജലം നമുക്ക് ഇവിടെ കിട്ടാനേ ഇല്ല. ഇപ്പം തന്നെ എല്ലാം ഈ പിന്നെ ഫിൽറ്റർ വാട്ടറാണ്. ഇപ്പം പിന്നെ ബോട്ടിൽ വാട്ടർ, ഫിൽറ്ററില്ല ബോട്ടിൽ വാട്ടർ. അതൊരു കുളത്തിൽ നിന്ന് അവിടെ നിന്നൊക്കെ അരിപ്പൊക്കെ അരിച്ച് കൈവച്ചൊക്കെ അരിച്ച് കൊണ്ടുപോയിട്ട്. അല്ല, നമുക്കൊരു 10-15 വർഷം 20 വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലായിരുന്നല്ലേ കുപ്പി വെള്ളം കുടിക്കുക. മാത്രമല്ല വെള്ളമെല്ലാം നമുക്ക് ഫ്രീ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സാറേ ഡൽഹിയിലൊക്കെ ഈ ഓക്സിജനൊക്കെ ഇപ്പോൾ ചെറിയ സിലിണ്ടറിൽ വാങ്ങിച്ചിട്ട് അല്ലേ ശുദ്ധവായു ഇവിടെയുണ്ട്. അത് ഓക്സിജൻ മാത്രമല്ല, ഓക്സിജൻ സിലിണ്ടർ മാത്രമല്ല, അത് പിന്നെ ഈ H2O2 എന്ന് പറയും. H2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, അപ്പം അത് ശുദ്ധവായുവിനൊക്കെ ഇത് ഓക്സിജനേക്കായി പ്രാധാന്യമായിട്ടുള്ളതാണ്. അതുമെല്ലാം പിന്നെ ഇപ്പം തന്നെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ വളരെ അൺഹൈജീനിക്കാണ്. കാരണം അത് പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് വെള്ളം നമുക്ക് പറഞ്ഞു തീർക്കാം. അപ്പോൾ വെള്ളം കിട്ടാനേ ഇല്ല, ശുദ്ധീകരിക്കത്തില്ല. കാരണം ഇപ്പം പിന്നെ നമ്മുടെ എർത്ത് കംപ്ലീറ്റ് പൊള്യൂട്ടഡാണ്, ആകാശം മുഴുത്ത പൊള്യൂട്ടഡാണ്. പിന്നെ നമുക്ക് വെള്ളം എവിടെ നിന്ന് കിട്ടും? അതായത് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന മുഴുത്ത ഈ രാസവസ്തുക്കളാണ്. അപ്പോൾ ഈ രാസവസ്തുക്കളെല്ലാം ഭൂമിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ കെമിക്കൽ ശൈലി പോകും. പിന്നെ ആകാശം, ഈ ഒരു എയറോപ്ലെയിൻ പൊങ്ങണമെങ്കിൽ തന്നെ എന്തുമാത്രം ഇന്ധനം ആണ് ആവശ്യം. അതെല്ലാം അന്തരീക്ഷത്തിൽ തന്നെയാണ്. അന്തരീക്ഷം മുഴുക്ക ഇതായിട്ട് പോകുക. അന്തരീക്ഷം എല്ലാം പിന്നെ കറുക്കുകയല്ലേ, പുകയല്ലേ. പിന്നെ നമുക്ക് എയർപോർട്ടിലൂടെ അല്ല സീപോർട്ടിലൂടെ ഒന്ന് പറയും വേണ്ട. അല്ല, അത് മാത്രമല്ല സാർ, ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് കേരളത്തിൽ പുതിയതായിട്ട് ഇറങ്ങിയുണ്ട്. കേരളത്തിലെ ഉദാഹരണം മാത്രം എടുത്താൽ രാജ്യത്തും ലോകത്തും മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ എത്ര വാഹനങ്ങളാണ് പിൻവലിക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ ആ വാഹനങ്ങളെല്ലാം പുറന്തള്ളുന്ന ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇപ്പോൾ പിന്നെ മിസ്റ്റർ സുമേഷ് ബസ് സ്റ്റാൻഡിൽ പോയി എന്നാൽ ഈ ഒരു വെള്ള ഷർട്ട് ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഷർട്ട് ഒന്ന് വയ്ക്കണം, നല്ല കരിയായി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഇത് വെളിയിൽ വിടുമ്പോഴത്തേക്കും ഈ പിന്നെ മോർ ദാൻ 2000 കെമിക്കൽസ് ആണ് വരുന്നത്. ഈ കരി, ഈ വാഹനത്തിൻ്റെ 2000 കെമിക്കൽസ്. ഇതെല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ടെല്ലാം പിന്നെ റിസർച്ച് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ മോർ ദാൻ 1000 കെമിക്കൽസ് ആർ കാർസിനോജീനസ് എന്ന് പറയാൻ ക്യാൻസർ ഉണ്ടാവാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസർ സെല്ലുകളുണ്ട്, ഇല്ലാത്ത ആരുമില്ല. ഒരു ജന്തുക്കളും ഇല്ല, പക്ഷിയില്ല, മൃഗമില്ല, ഈവൻ പ്ലാന്റ്സ് വരെ. കാരണം ഇത് പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യാൻ ജീവിയുള്ളതല്ലേ. അവരും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഇല്ലേ, അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് ഒന്ന് പഠിക്കാൻ മനുഷ്യനുള്ള ബുദ്ധിയില്ല. പക്ഷെ അവർക്കറിയാം. ഒരു പട്ടി തന്നെ നമുക്ക് ഒരു ഡോഗിനെ എടുക്കാം. അവനാണെങ്കിൽ പിന്നെ ഒരു 10-200 ആംഗ്യ ഭാഷ അവനറിയാം. 10-250 പിന്നെ വേഴ്സുകൾ പറയും. അത് പെട്ടെന്ന് പിടിക്കും. ആനയ്ക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് വിടാം. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ആകാശം, അപ്പോൾ നമുക്ക് ആകാശത്ത് നിന്ന് വെള്ളം കിട്ടുന്ന മഴ പെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പണ്ട് മഴവെള്ളം ശുദ്ധമായിരുന്നു. പണ്ട് ഈ വാഹനങ്ങളിലെല്ലാം പിന്നെ ഡിസ്റ്റിൽ വാട്ടറിന് പകരം മേടിൽ നിന്ന് പിടിക്കും. ഇപ്പം അതെല്ലാം പൊള്യൂട്ടാണ്. അപ്പോൾ ഇത് രണ്ടും പോയി. പിന്നെ ആഹാരത്തിന്റെ കാര്യം പറയുകയേ വേണ്ട. നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല. തമിഴ്നാട്ടിൽ നമ്മൾ ഓരോന്ന് നോക്കണം, ടി വിയിൽ നോക്കണം, അവരെന്തുമാത്രം കെമിക്കൽസാണ് അടിച്ച് കയറ്റി ഇവിടെ വരുന്നത്. ഉദാഹരണം ഇപ്പോൾ നമ്മുടെ പഴവർഗ്ഗങ്ങൾ, അതിൻ്റെ മണവും ഇല്ല, ഗുണവും ഇല്ല, രുചിയില്ല, യാതൊന്നുമില്ല. മോസ്റ്റ് ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം
ഈ എൻഡോസൾഫാനുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ ആഹാരത്തിന് പിന്നെ പറഞ്ഞാൽ പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വരും. പക്ഷെ അത് യഥാർത്ഥ ഓർഗാനിക് ഒന്നും അല്ല. പിന്നെ നമുക്ക് എളുപ്പ വഴി ഇതേ ഉള്ളൂ. നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പുഴുവുള്ള സസ്യങ്ങളെല്ലാം കൊള്ളാം. കാരണം അത് ഇല്ലെന്ന് പറയാം, അതിൽ കുറവായിരിക്കും കമ്പയറിൽ. അപ്പോൾ അത് നമുക്ക് വാങ്ങിക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക തന്നെ പുഴു ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ പുഴു കയറത്തില്ല, കാരണം പുഴു മരിച്ചു പോകും. അതുപോലെ പിന്നെ ഫ്രൂട്ട്സിൽ ഈ തേനീച്ച പറ്റുന്നത്, തേനീച്ച ആണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ വില്ലനും ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിട്ട്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. അപ്പോൾ നേച്ചറിനെ പറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞാലും തീരാത്ത സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ, അതേപോലെ നമ്മുടെ KR നാരായണൻ, EK നായനാർ, മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, അങ്ങനെ നിരവധി പ്രമുഖ വ്യക്തികളെ അങ്ങ് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവരെ എല്ലാം ചികിത്സിച്ചിട്ടുള്ള ഒരു അനുഭവം? കാരണം EK നായർ സാറ് വളരെ രസികനായ ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പറയാം. EK നായനാർ അപ്പം ഇവിടെ എല്ലാം, അതായത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഇതിനെല്ലാം അതീതമായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഇവിടെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും വരും. നമുക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് അഥവാ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയം ഇല്ലല്ലോ. നല്ലൊരു സാധനമാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നോക്കേണ്ട കാര്യം ഡോക്ടർമാർക്ക് ഒട്ടുമില്ല. അവർ അതീതമായിട്ടല്ലേ ഈ ഈ മതത്തിൻ്റെ തന്നെ ആചാരം അനുസരിച്ച് ചില ഡോക്ടർമാർ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനൊന്നും പിന്നെ മെഡിക്കൽ ഫീൽഡൊന്നും അനുവദനീയമുള്ള കാര്യങ്ങളല്ല. അത് മറ്റൊരു സബ്ജക്റ്റ്. അത് നമ്മുടെ EK നായനാർ സാറിനെ ഇങ്ങനെ സഹാക്കൾ വന്ന് എവിടെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പറഞ്ഞ് എന്നെ പറ്റി പറഞ്ഞു. പറഞ്ഞു ഓനും അദ്ദേഹത്തിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറയാം കുഴപ്പമില്ല, കാണാമെന്ന് പറഞ്ഞു. അത് ഒരു കാര്യം ചെയ്യണ്ട, ഓഫീസിലെങ്ങും വരണ്ട, വീട്ടിൽ വരട്ടെ. തമാശയാണല്ലോ. ഒന്ന് കണ്ടെല്ലാമൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഡോക്ടർ പറഞ്ഞ എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറയുന്നതൊക്കെ ഡോക്ടർ കേൾക്കണം. ഞാൻ പറയാം കേൾക്കാമല്ലോ. ഞാൻ ലഡു ഉപയോഗിക്കും, പിന്നെ പായസം ഉപയോഗിക്കും, അലുവ ഉപയോഗിക്കും, എല്ലാം ഉപയോഗിക്കും. ഞാൻ സാറത്തിന് അത് ഇത്രയും ഡയബറ്റീസ് നോക്കിയപ്പോഴത്തേക്ക് 500 വരെ ഉണ്ട്. അത് ഷുഗർ അതൊരു പ്രശ്നമല്ലെന്ന്. നമ്മൾ മരിച്ചോട്ടെ, കുഴപ്പമില്ല. പിന്നെ അതുപോലെ എനിക്ക് ഈ ഫ്രൈഡ് ഫുഡൊക്കെ വലിയ ഇഷ്ടമാണ്. അതും ഞാൻ കഴിക്കും. പിന്നെ മധുരം എനിക്ക് വളരെ അത്യാവശ്യം മാറ്റാത്തത്. അതുകൊണ്ടാണ് ഒരുപാട് ഡോക്ടർമാർ വന്നിട്ടുണ്ട്, ചികിത്സിച്ചിട്ടൊരു കുറവില്ല. പിന്നെ അവർ സാറിന് കാര്യം ഞാൻ മരുന്നൊക്കെ കുത്തിച്ചിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുത്തു പോലും ഇല്ല. ഞാൻ ശരി സാറ് പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ പറയും. അപ്പോൾ അത് സാറ് കേൾക്കണം. അപ്പോൾ അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ സാറ് പറഞ്ഞെല്ലാം ഞാൻ കേട്ടല്ലോ, ആ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ കേട്ടോളാം. കേൾക്കുന്ന മാത്രമേ ഞാൻ അനുസരിച്ചു, കാരണം എനിക്കല്ലേ ആവശ്യക്കാർ. ഞാൻ പറഞ്ഞ സാറിന് ഇഷ്ടം പോലെ മധുരം കഴിക്കാം, പക്ഷേ ഈ ഷുഗർ അല്ല. ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ ഫ്രൂട്ടോസ് ആണ്, ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്ന ഷുഗറാണ്. അതിന് കലോറി വളരെ കുറവാണ്. അതുപോലെ അത് വെച്ച് അലുവ ഉണ്ടാക്കാം, ലഡു ഉണ്ടാക്കാം, ജിലേബി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. സാർ കഴിച്ചോളൂ. ഓ അങ്ങനൊരു സാധനം ഉണ്ടോ? എൻ്റെ അടുത്ത് ഇതുവരെ ഇവരാരും പറഞ്ഞിട്ടില്ല. അതെന്താ? ഞാൻ പറഞ്ഞത്, ഞാൻ ഡോക്ടേഴ്സിനെ കുറ്റം പറയത്തില്ല, അതിന് അവർക്ക് തന്നെ ചോദിക്കണം. അവർക്ക് ഞാൻ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പരിപ്പുകൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ എണ്ണ പറഞ്ഞ് ഈ എണ്ണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സാറ് ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ. ഞാൻ പറയാം ഒരു കാര്യം ചെയ്യും, പിന്നെ ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കുഴപ്പമില്ല. കാരണം വെളിച്ചെണ്ണ നമ്മൾ വിചാരിക്കുന്നത് വെളിച്ചെണ്ണ ഒരു ഔഷധം കൂടിയാണ്. പക്ഷെ അത് മിക്കവാറും അറിയത്തില്ല. പക്ഷെ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് പിന്നെ മറ്റൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, അതും ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ ഇത്രയുണ്ട്. ഇനി പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഞാൻ പറയാം എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കാം, ഈ ഇഷ്ടം പോലെ കഴിക്കാം. പേരയ്ക്ക ഇഷ്ടം പോലെ കഴിച്ചോളാൻ പറഞ്ഞു. അതുപോലെ പപ്പയായി. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കുടിക്കാം. സാർ എന്തൊക്കെ കുടിക്കും? അത് മധുരമുള്ള എല്ലാം എനിക്കിഷ്ടമാണ്. അതേപോലെ ഈ ഷുഗർ ഫ്രീ ഉള്ളതുണ്ടല്ലോ, അത് ഈ ടാബ്ലറ്റ് ഫാമിലുള്ളതുകൊണ്ട് പൊടി, അത് മെഡിക്കൽ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൂട്ടോസ് പറഞ്ഞിട്ട്. അത് മാത്രമേ ഉപയോഗിക്കരുത്, പിന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള വാങ്ങിക്കരുത്. അപ്പോൾ എൻ്റെ കമ്പനിയുടെ പേര് ഇതെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 500 പിന്നെ കിടന്നപ്പോൾ ഷുഗർ പുള്ളിക്ക് ഒരു 150-200 വരെയാക്കി. എന്നിട്ട് ഇദ്ദേഹത്തെ 2 കാലും മരവിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ന്യൂറോളജിയോ പിന്നെല്ലാം അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോയി ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിയുടെ ഈ പിന്നെ കാലിൻ്റെ ഇത് നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു.
അതെല്ലാം ഈ അക്യുപഞ്ചർ ചെയ്താണ് മാറ്റി കൊടുത്തത്. പല പിന്നെ ചേർത്തിട്ട് ലേസർ കൊടുക്കേണ്ടി വന്നില്ല. ഹാർട്ട് പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ സാറ് നല്ല മനസ്സും ഉള്ളതാണ്, നല്ല ഹാർട്ടാന്ന് പറയും. ഡോക്ടറെ ഓനെ ആർക്കും ഒന്നും ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാൽ പോരെ. ഈ പാർട്ടിയുടെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല. എന്താവശ്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. അപ്പൊ ഞാനങ്ങനെ 2-3 കാര്യം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് കഴിഞ്ഞാൽ പുള്ളി കേൾക്കും ചെയ്തും കൊടുക്കും. പിന്നെ ജിമ്മി കാർട്ടറെ ട്രീറ്റ്മെന്റ് ചെയ്യാനും കണ്ടിട്ടുണ്ട്. കാരണം ഇത് ഈ നമ്മുടെ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഈ വൈറ്റ് ഹൗസ്. അവര് പിന്നെ ആദ്യം ഈ ഡോക്ടറെ ഇന്റർവ്യൂ നേരെ ഡോക്ടറെ എല്ലാം പിന്നെ പരിശോധിക്കും. പിന്നെ മൂത്രം പരിശോധിക്കും, ബ്ലഡ് പരിശോധിക്കും, എല്ലാം പരിശോധിച്ചിട്ട് അവിടെ പിന്നെ സാധാരണക്കാരെ തന്നെ താമസിപ്പിക്കുന്നവരേ ഉള്ളൂ. ഗസ്റ്റിനൊക്കെ വേറെ സ്ഥലത്താണ്. പിന്നെ വൈറ്റ് ഹൗസിൽ അവർ അങ്ങനെ വലിയ ആളിൽ എൻ്റർടൈൻ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ അവർ ഇൻ്റർവ്യൂ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ പോയി. അതിന് മുമ്പ് തന്നെ ഇദ്ദേഹം 1980 ജർമ്മനി വിസിറ്റ് ചെയ്തു. അവിടെ വെച്ചാണ് ജിമ്മി കാർട്ടറെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ചാൻസലർ, അത് അമേരിക്ക പിന്നെ ജർമ്മനി ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റ് ഹെൽമോണ്ട് സ്മിത്ത് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ ഗ്രൂപ്പിൽ മെഡിക്കൽ വരുമ്പോഴത്തേക്ക് അവർ പിന്നെ മറ്റ് VIP വരുമ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ സംഘം ഉണ്ടാക്കും. അപ്പോൾ അവർ ഈ ഹെൽമോണ്ട് സ്മിത്ത് എന്നെ കൂടെ വെച്ചു. അതാണ് പ്രസിഡന്റിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡോക്ടർ ചോദിച്ചു വേണം. അത് മാത്രമല്ല, പ്രസിഡന്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, ഡോക്ടർ ചോദിച്ചുകൊണ്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് ഈ പറഞ്ഞ വളരെ സിമ്പിളാണ്. ഇന്ത്യക്കാരെന്ന് പറയാൻ ഭയങ്കര സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ബോംബെയില് ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു ജിമ്മി കാർട്ടറെ. അപ്പൊ നമ്മുടെ പിന്നെ പുള്ളിയുടെ അവിടെ ചെന്നപ്പോൾ ഭഗവത്ഗീതയെ പറ്റി എൻ്റെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഭഗവത്ഗീത തന്നിട്ടുണ്ട്. പുള്ളിയെ സന്തോഷമായി. അവൻ്റെ അടുത്ത് ഡോക്ടർ എന്നെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാനൊരു ക്രിട്ടിക്കൽ മൂവ്മെന്റിലാണ്. അന്ന് ഈ അമേരിക്കയുടെ എയറോപ്ലെയിൻ ഇറാൻ തട്ടിയെടുത്ത സമയമാണ്. ഹോസ്റ്റേഴ്സിനെ രക്ഷിക്കാനുള്ളത്. ഞാൻ പറയാം അത് വേറെ സബ്ജക്റ്റ്, ഇത് വേറെ സബ്ജക്റ്റ്. ഞാൻ പറയാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് പിന്നെ അവിടെ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ട് അമേരിക്കയിൽ. അപ്പോൾ അവരുമായിട്ട് ചെയ്തിട്ട് ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു. അത് വലിയ പാടാണ്. പക്ഷെ അത് പിന്നെ ഇസ്രയേലൊക്കെ ഇടപെട്ട് അത് അവരെടുത്തോണ്ട് പരിഹരിച്ചു. അതിനുശേഷം പുള്ളി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഞാനിപ്പോൾ MD ഒക്കെ പഠിച്ചതൊക്കെ അമേരിക്കയിലാണ്. ഞാൻ സ്പെഷ്യലൈസ് ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് മയാമി. അപ്പോൾ അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ഈ പിന്നെ പ്രോബ്ലംസ് ഇങ്ങനെ വന്നു. പുള്ളിക്ക് ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു. അന്ന് അവിടെ ഹാർട്ട് പിന്നെ സ്കാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇന്റർവ്യൂ വെക്കും ഡോക്ടേഴ്സിനെ. അപ്പോൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസിൽ എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ജിമ്മി കാർട്ടർ നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ പേരും കൂടെ വെച്ചു. അപ്പോൾ അതിൽ ഒഫീഷ്യലായിട്ടുള്ള ഡിഗ്രി മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി, അക്യൂപഞ്ചർ, ചൈനീസ് മെഡിസിൻ, അതിലെല്ലാം എനിക്ക് ഡോക്ടറേറ്റ് ഉള്ളതാണ്. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ സിസ്റ്റം അറിയാവുന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ളത് കൊണ്ട് അപ്പോൾ അമേരിക്കൻ ഡോക്ടേഴ്സ് മോശം എന്നുള്ളതല്ല. ഈ പറഞ്ഞതുപോലെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ അവരെ പഠിപ്പിക്കണം. നമ്മൾ ഇതാണ് ബെസ്റ്റ്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ എല്ലാ മേജർ ഹോസ്പിറ്റലുകളും ഉള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ആദ്യം പറയാം ഹാർട്ട് സ്കാൻ എടുക്കുക, പിന്നെ അതിന് ലേസർ ട്രീറ്റ്മെൻറ്റ്. ലേസർ കമ്പനി അവിടെയുണ്ട്. ഈ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ലേസർ ഉണ്ടാക്കുന്നത് ജർമ്മനിയാണ്. സെക്കൻഡ് അമേരിക്ക, അത് കഴിഞ്ഞാൽ പിന്നെ റഷ്യ. കാരണം ഇതെല്ലാം എവിടെല്ലാം വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ വൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ പിന്നെ അവിടെ തന്നെ ഇത് പറഞ്ഞ പോലെ വൈറ്റ് ഹൗസിൽ താമസിച്ച് പുള്ളിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എളുപ്പമുള്ള. എത്ര കൊല്ലം അമേരിക്കയിലും മറ്റും ക്ലിനിക്ക് നടത്തിയിരുന്നു? അമേരിക്കയിൽ ഞാൻ പഠിച്ചത് 76 പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമേരിക്കൻ പിന്നെ ഇമിഗ്രന്റ് ആണ്. അപ്പോൾ ഇമിഗ്രന്റ് ആയിട്ട് ഒരുപാട് വർഷമായി. ഞാനിപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എന്നെ പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ എവിടെയെല്ലാം നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ഈ പൈസ സമ്പാദിക്കാനാണെങ്കിൽ അമേരിക്ക നല്ലതാണ്. പക്ഷെ നമുക്ക് വേണ്ട. പിന്നെ വേണ്ടാന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്നുള്ളതല്ല, രാജ്യമെല്ലാം ഒരുപോലെ തന്നെ നമ്മൾ പോകുന്ന പോലെ ഇരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ എല്ലാം നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം അമേരിക്കയിൽ 50 സ്റ്റേറ്റ്സ് ഉണ്ട്. 50 സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്സ്. നമ്മുടെ പോലെ അല്ല, ഓരോ സ്റ്റേറ്റിനും പരമാധികാരം തന്നെയാണ്. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ് ഇതൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അവർക്ക് വരുമ്പോൾ ഇത് വെച്ചിട്ട് അവർക്കെല്ലാം നടപ്പിലാക്കാം.
അപ്പോൾ പിന്നെ ഡിഫറൻസ് ഡിഫറൻസ് ലാസ് ആൻഡ് റെഗുലേഷൻസ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ലൈസൻസ് നമ്മുടെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഡ്രൈവ് ചെയ്തൂടെ? അവിടെ പറ്റത്തില്ല. വെയിലിനോയിലൊന്ന് വേണം, ന്യൂയോർക്കിൽ വേറൊന്ന്, ഇതൊന്ന് ഏകീകൃതമായിട്ട് അത്യാവശ്യം എല്ലായിടവും പോകാം. എന്നാലും വേണം. ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാലും അതാണ്, ഒരു സ്റ്റേറ്റ് പിന്നെ പ്രാക്ടീസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം, പക്ഷെ മറ്റൊരു സ്റ്റേറ്റിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. അവിടുത്തെ ബോർഡ് അങ്ങനെയുണ്ട്, അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആണ്. അമേരിക്ക പൊതുവെ എല്ലാത്തിനും സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ താങ്കൾ ഇപ്പം ഉച്ചയ്ക്ക് ഞാനിവിടെ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ട് കുറേ സ്ട്രീറ്റ് ഡോഗ്സ് വരുന്നു. അത് വളരെ കൃത്യതയോടുകൂടി വരുന്നു. സാർ അതിനെ വളരെ ഇതായിട്ട് ഫുഡ് കൊടുക്കുന്നു. അതും എങ്ങനെ വേസ്റ്റ് അല്ല കൊടുക്കുന്നത്, വളരെ ഇതായിട്ടുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ഇത്രയും ലളിതമായിട്ടുള്ള, അങ്ങനെ ഇത്രയും വലിയ ഉന്നതനായിട്ടുള്ള പലരെയും ആയിട്ടും ബന്ധമുള്ള, അപ്പോൾ ഇത്രയും എന്താണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ച് ഇത്രയും അനുഭവ സമ്പത്തുള്ള താങ്കൾക്ക് എനിക്കൊരു അത്ഭുതമാണ് തോന്നുന്നത്. സത്യമാണ്. അത് ഞാൻ സാറിനെ നേരിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയ്ക്കും ലളിതമായി ജീവിക്കാനും ഇത്രയും എളിമയോടുകൂടി പെരുമാറാനും കഴിയുന്നത്? നമ്മളിപ്പോൾ നമ്മൾ ആര് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മളെല്ലാം ഗ്രേറ്റ് ആണ്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, നോ മാൻ ഈസ് ഗുഡ്, നോ മാൻ ഈസ് ബാഡ്. ആരും നല്ലവനുമല്ല, ആരും മോശക്കാരുമല്ല. അപ്പം നമ്മുടെ ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നത് എന്താണ്? നമ്മൾ ലോകം കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആരെന്നറിയാം? ശ്രീകൃഷ്ണനായിരിക്കും. ശ്രീകൃഷ്ണൻ. നമ്മൾ വേറൊന്നും നോക്കണ്ട, പിന്നെ കുരുക്ഷേത്ര യുദ്ധം മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട, അല്ലേ? അവകാശപ്പെട്ടത് കൊടുക്കുക, പിന്നെ ധർമ്മം ചെയ്യുക. ഈ ധർമ്മത്തിനെ ജയിക്കണമെങ്കിൽ കുറച്ച് അപ്പൊ പിന്നെ അതിന് ആ ധർമ്മം ചെയ്തില്ലെങ്കിൽ നമ്മളും പോകും, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട്. അപ്പൊ അതിൽ കൂടിയായിട്ട് അധർമ്മം ചെയ്യണം അത്യാവശ്യ കാര്യങ്ങൾക്ക്. ഇപ്പൊ നമ്മള് ഇവിടെ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളപ്പോ ആ പൊളിറ്റീഷ്യനിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ എന്നിട്ട് അതിൽ പറയുന്നത് എർത്ത് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഗാഡ് എന്നാണ്. ഇത് നമുക്ക് ഇതിനകത്ത് യാതൊരു അവകാശം ഇല്ല. അതുകൊണ്ട് ഇപ്പം സുമേഷോ അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ നിമിഷം വേണമെങ്കിലും മരിക്കാം. അപ്പം നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഒരു കാര്യമില്ല. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മാർത്താണ്ഡ മഹാരാജാവിൻ്റെ കാര്യം ഞാൻ പറയാം, ഒരു സാമ്പിൾ. അങ്ങനെ തമ്പുരാനെ ആഹാരക്രമമൊക്കെ എങ്ങനെയാണ്? ഡോക്ടർ രാവിലെ ഞാൻ എണീക്കും, ഒരു ഗ്ലാസ് തുളസിയില വെള്ളം കുടിക്കും, പരമേശ്വര ക്ഷേത്രത്തിൽ ഒരു 3 വലത്ത് നടക്കും. 3 വലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1/2 കിലോമീറ്ററാണ്. അപ്പം പിന്നെ ബെയർ ഫുഡായിട്ട്. പിന്നെ വീട്ടിൽ വന്നിട്ട് 2 ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് പരിപ്പ്, ശകലം ചോറ്, ഇത്ര. രാത്രി വല്ല കഞ്ഞിയോ പയറോ. ഇതാണ് മാർത്താണ്ഡ. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഇവിടെ ഒരു 10-200 പിന്നെ മുറികളുണ്ട്. ഡോക്ടർ ഇതെല്ലാം വെറുതെ ഇട്ടിരിക്കുക, ഞാനൊരു കൊച്ചു മുറിയിൽ ഈ കട്ടില് ഇതിൽ മാത്രമായിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം? അതുപോലെ KR നാരായണ സ്വാമി പത്രക്കാർ വന്ന് ചോദിച്ചു, സാറിന് മുണ്ടെടുക്കാൻ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞാൽ, എനിക്ക് മുണ്ടെടുക്കാൻ മാത്രമല്ല, മുണ്ട് മുറുക്കി കൊടുക്കാനും അറിയാം. അതായത് പഴയ കാലത്ത്. അതുപോലെ അദ്ദേഹത്തിന്റെ ആഹാരക്രമം വളരെ സിമ്പിളാണ്. കാരണം പുള്ളി മഹാനെ വലിയൊരു സ്കോളർ തന്നെയാണ്. കാരണം പുള്ളിയുടെ ബുക്സുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര കളക്ഷനാണ്. കാരണം പുള്ളി ഇപ്പൊ പഴയ പിന്നെ IAS കഴിഞ്ഞിട്ട് പിന്നെ അംബാസഡർ ഒക്കെ ആയിട്ടിരുന്നാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നിട്ട് തന്നെ പുള്ളി വളരെ സിമ്പിൾ ലൈഫാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്മളിപ്പോ വലിയ പിന്നെ മോടി പിടിച്ച് ലൈഫിന്റെ കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പിന്നെ എർത്ത് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ ആണ്, പ്രോപ്പർട്ടിയാണ് എർത്ത്. നമുക്കൊന്നുമില്ല. നമ്മളിപ്പം അതിന് ഒരു കാര്യത്തിന് നമുക്ക് ചൈനീസ് സമ്മതിക്കണം. ഇത് പറയുമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ പറയും, സുമേഷ് പറയും, എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു വീടുണ്ട്, ഒരു ഇതുണ്ട് എല്ലാം പറയും. അപ്പോൾ ചൈനയെ പഠിപ്പിക്കുക. നമുക്ക് ഇന്ത്യക്കാരില്ലല്ലോ. കേരളീയരുണ്ട്, ബംഗാളിയുണ്ട്, പഞ്ചാബിയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇന്ത്യക്കാരുണ്ടോ? ഇല്ല. ചൈന ഞാൻ പോയപ്പോഴത്തേക്ക് പഠിച്ച ഒരു കാര്യം ഇതാണ്. അവർ പഠിപ്പിക്കുന്നത്, ചൈന ഈസ് മൈ ഓൺ കൺട്രി. അവർക്ക് സ്വകാര്യ സ്വത്തല്ല അവർ പറയുന്നത്. ചൈന മുഴുക്കെ എൻ്റെ രാജ്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ടിണി മറ്റു കാര്യങ്ങളും മറ്റേ ഉണ്ട്. എന്നാലും അവർ ഈ പിന്നെ നിയമം ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോയെങ്കിലേ അറിയാൻ കഴിയുള്ളൂ. സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അവിടെ ജീവിച്ചത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ സ്വാതന്ത്ര്യം ഇല്ലാത്ത മറ്റേ നോർത്ത് കൊറിയ മാത്രമേ ഉള്ളൂ. നോർത്ത് കൊറിയ. അപ്പോൾ അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആനിമൽസിലേക്ക് വരാം. അപ്പോൾ എന്നിട്ട് തന്നെ പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള, അല്ലെങ്കിൽ ഭൂമിയിലുള്ള, പ്രപഞ്ചം എന്ന് പറയാനുള്ളത് ഭൂമിയിലുള്ള എല്ലാത്തിനെയും സംരക്ഷിക്കേണ്ട കടമ മനുഷ്യനുള്ളതാണ്. അവൻ ബുദ്ധിയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈ സെൻസ്, കോമൺ സെൻസ് ഇതെല്ലാം തന്നിരിക്കുന്നത് ഈ പ്രകൃതിയെ സൂക്ഷിക്കാനായിട്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നിനും അല്ല.
അപ്പോൾ പ്രകൃതികളെല്ലാം നമുക്ക് അനുഗ്രഹമുള്ളതാണ്. ആന വേണം, ഈ നമ്മൾ പറയത്തില്ലേ ഇപ്പം ഈ പാമ്പ്, കിങ് കോബ്ര ഏറ്റവും വലിയ വിഷമുള്ളതാണ്, പക്ഷെ അവനാണ് ഏറ്റവും വലിയ പിന്നെ ക്യാൻസറിന് വരെയും അതായത് ഒരു തുള്ളി കോബ്രയുടേനെ ലക്ഷക്കണക്കിനാണ് അതിൻ്റെ വില. ഇപ്പം ഇത് ലോകത്തിലുള്ള ഏറ്റവും വില കൂടിയ ഒരു സാധനം കോബ്രയുടെയാണ്. അത് ശുദ്ധീകരിക്കും അവർ, അല്ല ചുമ്മാ വിഷം കുത്തിവെക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് അമേരിക്കയിലെ പിന്നെ ഇത് ഈ വേൾഡ് മാർക്കറ്റിൽ ഒന്നാണ് ആഫ്രിക്ക, 2ാം സ്ഥാനം ഇന്ത്യക്കാണ്, കാരണം വിഷപ്പാമ്പിൻ്റെ. എന്നിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് കമ്പനികളാണ്. പക്ഷെ അവർ എല്ലാം ഒന്നും പറയത്തില്ല ഏതാണ്, എന്നാലും പറയും, അതിനകത്ത് എഴുതിയിരിക്കുമല്ല. അപ്പം മൃഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സംരക്ഷണമാണ്. അതുപോലെ ഡോഗ്സിനെ പോലെ ഈ ഒരു പിന്നെ ആത്മബന്ധമുള്ള ജീവികൾ വളരെ കുറവാണ്. കാരണം അവനൊരു 10-200ഓളം ആംഗ്യ ഭാഷ അവനറിയാം. ഞാൻ കൈ കാണിച്ചാൽ വരും, അപ്പം പറഞ്ഞാൽ പോവും. പിന്നെ നമ്മൾ പറയുന്നതെല്ലാം പെട്ടെന്ന് പഠിക്കും. അവനൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നായ. അപ്പം നായയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് പട്ടിയും പട്ടി പോലീസും. പക്ഷെ പോലീസുകാർക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മുടെ ഒരു പഴയ DGP R പത്മ, പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ സാറ് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് പുള്ളി ഞങ്ങൾ തമാശയൊക്കെ പറയും, സാറേ ഈ പട്ടികളൊക്കെ എന്തോ ഡോക്ടർ അമ്മരെല്ലാം മിടുക്കന്മാരല്ലേ, കേസുകാരന്മാരല്ലേ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അപ്പൊ പോലീസ് പട്ടി പട്ടി. അപ്പൊ അവന് അത്രയും നല്ലൊരു ജീവിയാണ്. കാരണം ഈ പാവപ്പെട്ട പട്ടിയാണ് കൊന്ന് കഴിക്കുന്നത് വരെയും. അവൻ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. എനിക്കിവിടെ ഒരു 10-30 നായ്ക്കളുണ്ടായിരുന്നു. അവർ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയത്തില്ല, പട്ടി എന്ന് പോലും ഞാൻ പറയുന്നത്. അവർ മക്കളെന്ന നിലയിൽ മോനെന്നെ വിളിക്കത്തുള്ളൂ, കാരണം അവരെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അവർ ഒരു 10-30 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എല്ലാ ദിവസവും ഈ ഹെപ്കോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഒരു 10-30 കിലോ ഒക്കെ ഏതെങ്കിലും മിനിമം വാങ്ങിക്കും. അപ്പോൾ അവരൊരു ദിവസം ചോദിച്ചു, ഡോക്ടർ നിങ്ങൾക്ക് ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന്. ഏത് ഹോട്ടലിലേക്കാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, സാർ അതെന്താ പിന്നെ എല്ലാം എനിക്ക് പരിചയമുണ്ടല്ലോ. ഞാൻ ചോദിച്ചെന്താ, ഡോക്ടർ ഇത്ര ഇറച്ചിയൊക്കെ കൊണ്ടുപോകുന്നു. ഞാൻ പറയാം എനിക്ക് ഹോട്ടലൊന്നും ഇല്ല, പക്ഷെ എനിക്ക് പിന്നെ കുറച്ച് ഗസ്റ്റുകളുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. ഗസ്റ്റുകൾ ഞാൻ പറയും, ഇതാണ് സാർ ഒരു ദിവസം വേണം. ഞാനിവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഡോഗ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ കൊടുക്കുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡാണ് ഈ പല ഹോട്ടലുകൾക്കും. അല്ല, ഇവിടെ നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ടാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഫാറ്റാണ് കഴിക്കുന്നത്, വേസ്റ്റാണ് കഴിക്കുന്നത്. അതൊക്കെ പറഞ്ഞാൽ തീരാത്ത സബ്ജക്റ്റ് ആണ്. അതിൻ്റെ ഒരു പ്രധാന ഘടകം. അപ്പോൾ ഈ പട്ടികളുടെ പ്രത്യേകത ഇതാണ്. ഇവിടെ ഒരു 10-30 പട്ടിയുണ്ട്. പക്ഷേ നമ്മുടെ അയൽവാസികൾ അത്ര നല്ലവരല്ലാത്തത് കൊണ്ട് അവരിത് കേൾക്കണമല്ലോ. അവര് എന്തെല്ലാം ശല്യങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരാതി അത് മാത്രമല്ല, ഒരു 10-20 എണ്ണത്തിന് ഒരു വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. പക്ഷെ ഇതിന്റെ അതോറിറ്റീസിന് ഒന്നും കാര്യമില്ല, അവരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പട്ടിയല്ലേ, പക്ഷെ നമുക്ക് ആവശ്യമില്ല. പിന്നെ പട്ടി കൊല്ലുന്നതിനല്ല, മേഴ്സിഫുൾ കൊല്ലും. ഇപ്പോൾ ജീവിക്കാനൊക്കെ പിന്നെ വലിയ പാടാണ്. രോഗം വന്നിട്ട് അത് മനുഷ്യൻ നമ്മൾ ചെയ്യുന്നില്ലേ. ഇനി ഇയാളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, പിന്നെ ഇയാൾ മരിച്ചോട്ടെ എന്ന് പറയും. അത് പിന്നെ മെഡിക്കൽ ബോർഡ് കൂടി അവരെ കൊല്ലും. ബോർഡൊന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും കൊല്ലാം. നിയമമൊക്കെ വേറെ ഉണ്ട്. അതെ. അപ്പോൾ എന്തായാലും ഈ ഹോളിസ്റ്റിക് മെഡിസിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയൊരു അംശം മാത്രമാണ് സാർ ഇപ്പം ഞങ്ങൾ ഒന്നും ആയിട്ടില്ല. അതായത് അത് മാത്രമാണ് സാർ ഞങ്ങളോട് പങ്കുവച്ചത്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ DN ന്യൂസിൽ സാർ ഉണ്ടാവണം. കാരണം ഇത് ഒരുപാട് പേർക്ക്, കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും. അപ്പോൾ എൻ്റെ ഈ പ്രഭാഷണം മിസ്റ്റർ സുമേഷിൻ്റെയും പിന്നെ നമ്മുടെ ജയൻ ചേട്ടൻ്റെയും ഈ സർവീസ് എല്ലാം ഇത് ആളുകൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം. അതെ. അപ്പൊ ഇത് ലാഭം എന്ന് പറയുമ്പോൾ ഡോക്ടർ ബിസിനസ് ആണല്ലോ. അതല്ല, നിങ്ങൾക്ക് മെഡിക്കലിന്റെ ആവശ്യമില്ലാതെ മരുന്നുകൾ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ തന്നെ ഇതിനകത്ത് ഇപ്പോഴേ പറഞ്ഞിട്ട് തീരെ പിന്നെ ചികിത്സിക്കാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ഞാനിവിടെ ഫ്രീ ക്യാമ്പൊക്കെ നടത്തുമായിരുന്നു. കൊറോണയ്ക്ക് ശേഷമുള്ളു. ഇപ്പോഴും നമ്മളത് ചെയ്യും. ഇപ്പൊ 5 ലക്ഷം രൂപയുടെയൊക്കെ പിന്നെ ചികിത്സ ഞാനിവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ കണ്ടിരുന്നു, ഇന്നലെ വന്നതും പല ആൾക്കാരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഇന്റർവ്യൂ ഞാൻ ഇവിടെ ഒരാളും ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് ധർമ്മരാജൻ വെള്ളറുടെയാണ് വീട്. അപ്പോൾ ചിത്രായി മെഡിക്കൽ സ്റ്റേഷൻ ഭയങ്കര നിറച്ച് ബ്ലോക്ക്. ആ പടമൊക്കെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങളുടെ ഒരു കാര്യം ചെയ്തു, എന്തെങ്കിലും ഈ മരുന്ന് തന്നെ ഇരിക്കും 2 ആഴ്ച. പിന്നെ ഏതൊരു പ്രവർത്തക ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തക നമുക്ക് ഇനി അടുത്ത് വെളിപ്പെടുത്താം. അവരുടെ ഡോക്ടർ എങ്ങനെ ഇതുണ്ട്, ഞാൻ പറയാൻ വരട്ടെ, ഇവിടേക്ക് ഞാൻ ലേസർ കൊടുത്ത്
ഇപ്പോഴും പുള്ളി ജീവിച്ചിരിക്കും. ജീവിച്ചിരിക്കുന്നു. ധർമ്മരാജൻ. ഇനി പുള്ളി നമുക്ക് ഒരു സ്മൃതി നമുക്ക് അത് തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ആളുകൾക്ക് പ്രയോജനം വന്നോട്ടെ. അതെ തീർച്ചയായിട്ടും അതിന് വേണ്ടി തന്നെയാണല്ലോ എനിക്ക് ഞങ്ങൾ തന്നെ സുമേഷ് എന്നെ ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെല്ലാം പോയി എല്ലാ ആളുകൾ രക്ഷിക്കല്ലേ. അല്ല എനിക്ക് വന്ന പട്ടിയുടെ കാര്യമൊക്കെ ഞാനത് ഓർമ്മയുണ്ട്. അത് പക്ഷേ ആളുകൾ പിന്നെ മൃഗങ്ങളെയൊക്കെ ക്രൂരത മനുഷ്യനൊന്നും അങ്ങനെ ഒരു വിഷയമുണ്ട് സാർ. നമ്മൾ ഞാൻ പറയാം. ഇപ്പൊ ഈ പാവപ്പെട്ട മൃഗങ്ങളാരും അവരായുധം ഉണ്ടാക്കുന്നില്ല, ബോംബ് ഉണ്ടാക്കുന്നില്ല, കത്തി ഉണ്ടാക്കുന്നില്ല, ആരെയും കൊല്ലുന്നില്ല. അതെ പക്ഷെ ആള് ചുമ്മാ പേര് പറഞ്ഞുണ്ടാക്കിയ പറഞ്ഞ് അതിന്റെ മണ്ടയിൽ കുറ്റം വെച്ചോണ്ട് അരിക്കൊമ്പം വരെ ഇതിനകത്ത് വരും. അതെ ഒരുവിധം എല്ലാം ആയി. ഇനി അടുത്തത് നമുക്ക് തീർച്ചയായിട്ടും പേഷ്യൻസ് ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചു. വളരെ നന്ദി. ഇനി നമുക്ക് DNA ന്യൂസിൽ കൂടി പ്രേക്ഷകരെ തുടർന്നും കാണാം. നന്ദി, നമസ്കാരം.